കൊല്ലത്ത് മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീപിടിച്ചു. 2 ബോട്ടുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. മുക്കാട് പലിശക്കടവിൽ നങ്കൂരമിട്ടിരുന്ന യഹോവ ഹല്ലേലൂയ എന്ന ബോട്ടുകൾക്കാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് ആളിപ്പടർന്ന് തീ അണച്ചത്. ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. മുക്കാട് കായൽ പലിശക്കടവിൽ നങ്കൂരമിട്ടിരുന്ന 2 ബോട്ടുകളാണ് കത്തിനശിച്ചത്. ബോട്ടിലെ തൊഴിലാളികൾ പാചകം ചെയ്യുമ്പോൾ തീ പടർന്നതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 2 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കുപറ്റിയിട്ടുണ്ട്. ആന്ധ്ര സ്വദേശികളായ രാജു, അശോക് എന്നിവർക്കാണ് പൊള്ളലേറ്റത്. തീ പടർന്നപ്പോൾ തന്നെ ബോട്ട് അഴിച്ചുവിട്ടതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. കൊല്ലം കോർപ്പറേഷൻ മീനത്തിശ്ശേരി ഡിവിഷനിൽ അവിടെ നമ്മുടെ ബോട്ടുകളൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. പലിശക്കടവ് എന്ന് പറയുന്ന അവിടെ ബോട്ടുകൾ പണി കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് കിട്ടിയിരുന്ന ബോട്ടുകളാണ്. അതിലുള്ള തൊഴിലാളികൾ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അവർ പാചകം ചെയ്യുന്ന സമയത്ത് ബോട്ടിലേക്ക് തീ പടരുകയാണ് ചെയ്തത്. ബോട്ടിൽ തീ പടരുന്ന ഒരു ബോട്ട് കത്തി അടുത്ത ബോട്ടിലോട്ട് തീ പടരാനുള്ള സാഹചര്യം വന്നപ്പോഴത്തേക്ക് ആ ജോലിക്കാർ ബോട്ടിൻ്റെ റോപ്പ് അറുത്ത് വിട്ടിട്ട് ബോട്ട് ഒഴുക്കിക്കളഞ്ഞപ്പോഴത്തേക്ക് 2 ബോട്ട് ബാക്കിയുള്ള ബോട്ടുകളിലൊക്കെ തീ പടരാതിരിക്കുക അപകടത്തിൻ്റെ കാഠിന്യം നമുക്ക് കുറയ്ക്കാനും കഴിഞ്ഞു. ഇപ്പം ബോട്ട് ഒഴുകി അടുത്ത കരയിലോട്ട് സെൻറ്റ് ജോർജ് ഐലൻഡിൻ്റെ കരയിലോട്ട് ചെന്നാണ് അടുത്തേക്കുന്നത്. അവിടെ ഒരു പ്ലാന്റിൻ്റെ സമീപത്തായിട്ടാണ് അടുത്തേക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു തരത്തിലും ഫയർഫോഴ്സിനോ അല്ലെങ്കിൽ പോലീസുകാർക്കോ ചെല്ലാൻ പറ്റാത്ത കണക്കാണ് അടുത്തേക്ക്. കാര്യം വെച്ചാൽ നമുക്ക് വാഹനങ്ങളൊക്കെ വന്നിട്ട് ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ ഉൾപ്പെടെ വന്ന് നിൽക്കുകയാണ്. നമുക്ക് അക്കരയിലോട്ട് വെള്ളം എത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇപ്പം ബോട്ട് അറേഞ്ച് ചെയ്തിട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ തിരിച്ച് പ്ലാന്റിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് പ്ലാന്റിൽ വെള്ളം ഉപയോഗിച്ച് തീ അടയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 ബോട്ടും പൂർണ്ണമായിട്ടും കത്തിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ശക്തിയുള്ളവരുടെ ബോട്ടാണെന്ന് അറിയാൻ കഴിഞ്ഞത്. കൃത്യമായിട്ട് ആരുടെയാണെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. തീ പടർന്നതോടെ പലിശക്കടവിൽ നിന്നും അഴിച്ചുവിട്ട ബോട്ടുകൾ സെന്റ് ജോർജ് തുരുത്തിൽ ഐസ് പ്ലാന്റിന് സമീപം അടിഞ്ഞു. മറുകരയിൽ ഫയർഫോഴ്സ് എത്തിയെങ്കിലും തീ ആളിക്കത്തിയതോടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. തുടർന്ന് ചെറു ബോട്ടുകളിൽ മറുകടവിലെത്തി തീപിടിച്ച ബോട്ടിൽ കായലിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് അണയ്ക്കുവാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. തീ പടർന്നതോടെ ഒരു ബോട്ടിലുണ്ടായിരുന്ന ശക്തികുളങ്ങര സ്വദേശി TK രാജു, വാണിയംകുളം സ്വദേശി കുമാർ എന്നിവരുടെ ബോട്ടാണ് കത്തി നശിച്ചത്. ഇത് ഇപ്പം ശക്തിനാട് സ്വദേശി തോട്ടങ്കര രാജു എന്ന് പറഞ്ഞ രാജുവിൻ്റെ TK രാജു എന്നറിയപ്പെടുന്ന പുള്ളിക്കാരൻ്റെ ഒരു ബോട്ടാണ്. പേരെന്തോ? രാജു എന്നാണ് പുള്ളിയുടെ പേര്. ബോട്ടിൻ്റെ പേര് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ ഒരു ബോട്ട് വാണിയക്കുടി സുരേഷ് എന്ന് പറയുന്ന കുളച്ചയാണ് പുള്ളിയുടെ ബോട്ടാണ്. ഇതിപ്പം ഈ ബംഗാളികൾ സ്ഥിരമായിട്ട് ബോട്ടിലാണ് പാചകം ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ അവരങ്ങനെ പാചകം ചെയ്ത സമയത്ത് എന്തോ ഒരു അപാകത പറ്റി, ഗ്യാസ് ലീക്കാണോ എന്തോ. പക്ഷെ എങ്കിലും അവർ അന്നേരം അവസരോചിതമായ ഒരു കാര്യം ചെയ്തു. മറ്റു ബോട്ടുകളിലേക്ക് ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവർ ആ ബോട്ട് അഴിച്ച് വിട്ടു. അവർ പുറത്തോട്ട് ചാടി. ബോട്ട് അഴിച്ച് വിട്ടതിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ കായലിൻ്റെ ഒഴുക്കനുസരിച്ച് അപ്പുറത്ത് പ്ലാന്റിൻ്റെ ഭാഗത്തോട്ട് പോയി മണ്ണിൽ ഉറച്ചു. അങ്ങനെയാണ് ഇത് 2 ബോട്ട് ഒരുമിച്ച് കത്തുന്നത്. തുടർന്ന് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ബോട്ട് സ്ഥലത്തെത്തി. ഈ ബോട്ടിലേക്ക് ഫയർഫോഴ്സിൽ നിന്നുള്ള ഹോസുകൾ കണക്ട് ചെയ്തതിനു ശേഷം കത്തുന്ന ബോട്ടിനടുത്തേക്ക് പോയി വെള്ളം പമ്പ് ചെയ്താണ് തീ അണച്ചത്. ബോട്ടിലെ അന്യസംസ്ഥാന തൊഴിലാളികൾ സ്ഥിരമായി ബോട്ടിൽ തന്നെയാണ് തങ്ങുന്നത്. ഇവർ പാചകം നടത്തുന്നതും ബോട്ടിലായതിനാൽ പലപ്പോഴും ബോട്ടുകളിൽ തീപിടുത്തത്തിന് കാരണമായിട്ടുണ്ട്. ശക്തികുളങ്ങര പോലീസ് സ്ഥലത്തെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു.